പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന ക്ലാസിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് തുബ്ദേൻ പ്രാർത്ഥനകളും ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയുമാണ്. ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ മറയിട്ടുകൊണ്ടാണ് നിർവഹിച്ചത് നമുക്കറിയാം. ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞാൽ ഉടനെ തിരശ്ശീല നീക്കുന്നു. അതോടെ കർത്തൃപ്രാർത്ഥനയിലേക്കാണ് പുരോഹിതൻ പ്രവേശിക്കുന്നത്. കർത്തൃപ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുക്കിക്കൊണ്ട് ഒരു പരസ്യ പ്രാർത്ഥന പുരോഹിതൻ ചൊല്ലുന്നുണ്ട്. കർത്തൃപ്രാർത്ഥന കഴിഞ്ഞിട്ട് അതിനെ സമാപിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയും പുരോഹിതൻ നിർവഹിക്കുന്നുണ്ട്. കർത്തൃപ്രാർത്ഥനയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാനായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ സമയമില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചു പോകാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് അതിന് കാരണമായിട്ട് യഹൂദന്മാർ ന്യായാസനത്തിന് മുമ്പിൽ ഉന്നയിച്ച ഒരു കുറ്റാരോപണം കൂടിയായിരുന്നു ഇത്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന വ്യക്തി പുത്രനായിത്തീരുന്നു, ദൈവത്തിൻ്റെ പുത്രനായിട്ട് മാറുന്നുണ്ട്. യഹൂദന്മാരൊരിക്കലും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിരുന്നില്ല. ലോകമതങ്ങളിലൊന്നും അങ്ങനെ വിളിക്കുന്നില്ല. യഹൂദന്മാർ യാഹ്വേ എന്ന ഒരു പദം ഉപയോഗിച്ചാണ് ദൈവത്തെ സംബോധന ചെയ്തിരുന്നത്. അങ്ങനെ പിതൃപുത്ര ബന്ധത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇതെന്ന് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ദൈവമക്കൾ വിശുദ്ധീകരിക്കപ്പെടണം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണിത്. 1 തെസ്സലോനിക്കർ 4:3 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന്. വീണ്ടും നമ്മൾ ഈ കർത്തൃപ്രാർത്ഥനയിൽ കേൾക്കുന്നുണ്ട്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന്. നമുക്കറിയാം, ലോകമതങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യരുടെ എല്ലാം പ്രാർത്ഥനകളിൽ സ്വന്തം ഇഷ്ടങ്ങളെ സാധിച്ചു തരുവാനായിട്ടാണ് ദൈവത്തെ ഓരോരുത്തരും സമീപിക്കുക. എന്നാൽ ഇവിടെ കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ ദൈവമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങളിലും നിറവേറട്ടെ എന്നാണ്. സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് ഇതിനെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും നമ്മളിവിടെ കാണുന്ന മറ്റൊരു പ്രാർത്ഥനയാണ്, അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒന്നാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയമുള്ളവരെയും, ഇവിടെ ഒരു വ്യവസ്ഥയോടുകൂടിയാണ് ഈ പ്രാർത്ഥന, അല്ലെങ്കിൽ പ്രാർത്ഥന ഒരു പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ് പിതാവിനോട് ആവശ്യപ്പെടുക. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യരോട് അവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ നിരവധിയായ പാപകടങ്ങൾ ക്ഷമിച്ചു തരും. മനുഷ്യരോട് അവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു പരശുശ്രൂഷയിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് കർത്താവ് ഈ പ്രാർത്ഥനയും പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ വ്യവസ്ഥയോടുകൂടിയാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും കർത്തൃപ്രാർത്ഥനയെ നമ്മൾ കേൾക്കുന്നുണ്ട്, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന്. ദൈവം നമ്മളെ ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവിധം അനുചിത പ്രവൃത്തികൾക്കായി ദൈവം അവരെ വിട്ടുകളഞ്ഞുവെന്ന് റോമർ 1:28 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയാണെങ്കിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനായിട്ട് നമ്മളെ ദൈവം വിട്ടുകൊടുത്തു എന്ന് വരാം. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുക, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന്. ഇവിടെ ഈ കർത്തൃപ്രാർത്ഥന ഒരു ഭൂതോച്ചാടന പ്രാർത്ഥനയായിട്ട് കൂടി മാറുന്നുണ്ട്. ദുഷ്ടൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പിശാചിനെയാണ്. അങ്ങനെ പൈശാചിക അരൂപിയിലും നമ്മളെ മോചിപ്പിക്കാനായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ട്. വീണ്ടും രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തെ പ്രഘോഷിച്ചുകൊണ്ടാണ് ഈ കർത്തൃപ്രാർത്ഥന അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കർത്തൃപ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് വിശുദ്ധ രഹസ്യങ്ങളെ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ത്രോണോസിൽ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നുറുങ്ങിയ ഹൃദയത്തോടുകൂടി വിശുദ്ധ കുർബാന മധ്യേ ഈ പ്രാർത്ഥനകൾ ചൊല്ലുകയും അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും നമുക്ക് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്തൃപ്രാർത്ഥന അവസാനിക്കുന്നതോടുകൂടി പുരോഹിതൻ സമാധാനാശംസ തരുന്നുണ്ട്. പിന്നീട് ഒരു കൈവെപ്പ് പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതിനുശേഷം തൃത്വനാമത്തിലുള്ള ഒരു ആശീർവാദവും 3ാമത്തെ ആശീർവാദവും പുരോഹിതൻ നൽകുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷത്തിലേക്കാണ് പുരോഹിതൻ പ്രവേശിക്കുന്നത്.
ആ വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷം നമുക്കൊന്ന് കേട്ടു നോക്കാം. വിശുദ്ധിയുള്ളവർക്കും മടിപ്പുള്ളവർക്കും മാത്രമായി വിശുദ്ധതകൾ നൽകപ്പെടുന്നു. ഗുണത്താൽ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ തിരുമേനിയുടെ അമൂല്യമായ ദിവ്യാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകാവുന്നതുമായ സകലത്തെയും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദികാലം മുതൽ എന്നും എന്നേക്കും അനുഗ്രഹീതമായിരിക്കട്ടെ. ഇവിടെ വിശുദ്ധ രഹസ്യങ്ങളെ ഉയർത്തി ആഘോഷിച്ചുകൊണ്ട് പുരോഹിതൻ പറയുകയാണ്, വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ രഹസ്യങ്ങൾ നൽകപ്പെടുന്നു എന്ന്. വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആഹ്വാനം ഒരു വെല്ലുവിളിയാണ്. വിശുദ്ധിയും വെടിപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ദിവ്യ രഹസ്യങ്ങളെ സമീപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വിശ്വാസ സമൂഹം ഒരു പ്രതിവാക്യം പറയുന്നുണ്ട്, ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. അല്ലെങ്കിൽ ഏകപിതാവും ഏകപുത്രനും ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല എന്ന്. അപ്പോൾ വീണ്ടും പുരോഹിതൻ പറയുകയാണ്, സകലത്തെയും സൃഷ്ടിച്ച പിതാവ് നമ്മോടുകൂടെ, പാടുപീഡകളേറ്റ് നമ്മെ രക്ഷിച്ച പുത്രൻ നമ്മോടുകൂടെ, സകലത്തെയും പൂർണ്ണമാക്കുന്ന പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ എന്ന്. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും സംബന്ധവും സഹവാസവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധ കുർബാനയെ ധൈര്യമായിട്ട് സമീപിക്കാൻ കഴിയും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ മാത്രമേ നമുക്ക് വിശുദ്ധ കുർബാനയെ സമീപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ ഒന്നാമത്തെ ആശീർവാദത്തിൽ തന്നെ പുരോഹിതൻ പറയുന്നുണ്ട്, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. റോമർ 5:5 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന്. 1 കോരിന്തോസ് 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. അത് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, വിശുദ്ധ കുർബാനയെ സമീപിക്കണമെങ്കിൽ നമുക്ക് പുത്രൻ്റെയും പിതാവിൻ്റെയും പരിശുദ്ധ റൂഹായുടെയും സംബന്ധവും സഹവാസവും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു സഹീവൻ മാളികയിൽ വെച്ച് ഇതാ വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചു. എന്നാൽ അത് ശിഷ്യന്മാർ വിശുദ്ധ കുർബാനയെ ആചരിച്ചത് പെന്തക്കുസ്തിക്ക് ശേഷമാണ്. പെന്തക്കുസ്തി സമയത്ത്, പെന്തക്കുസ്തി നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിഷ്യസമൂഹത്തിൻ്റെ മേൽ ആവസിച്ചു. അവർക്ക് 3 വരങ്ങൾ ലഭിച്ചു. ഒന്ന്, വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുവാനുള്ള കൃപാവരം അവർക്ക് ലഭിച്ചു. വചനത്തിൻ്റെ കവാടം അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ടു. 3ാമത്, ദീർഘനേരം പ്രാർത്ഥിക്കുവാനുള്ള വരം അവർക്ക് ലഭിച്ചു. ഇത് 3 വിശുദ്ധ കുർബാനയുടെ ബന്ധത്തിൽ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമുക്കുണ്ടാകണം, വചനത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം, ദീർഘനേരം പ്രാർത്ഥിക്കുവാനുള്ള കൃപയും നമുക്ക് ആവശ്യമുണ്ട്. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാന ഒരു ജീവനുള്ള ബലിയായി മാറുന്നുള്ളൂ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു പാടുപീഡകൾ ഏറ്റുകൊണ്ടാണ് നമ്മെ രക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ പുത്രൻ നമ്മോടുകൂടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഈ പുത്രനേറ്റ പാടുപീഡകളിൽ നമുക്കൊരു പങ്കാളിത്തം ഉണ്ടാകണം. അവൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർന്ന് നമ്മളും കഷ്ടതകൾ അനുഭവിക്കാനായിട്ട്, അതിനെ ഏറ്റെടുത്ത് സ്വീകരിക്കാനായിട്ട്, നമുക്ക് നൽകപ്പെടുന്ന കഷ്ടതകളെ പിറുപിറുപ്പ് കൂടാതെ ദൈവസ്നേഹത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് പുത്രൻ നമ്മോടുകൂടെ ആകുന്നത്. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനും പിതാവിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുവാനും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരായി മാറണം. അപ്പോഴാണ് പിതാവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധ റൂഹായെ സ്വീകരിക്കണമെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെക്കണം. പരിശുദ്ധാത്മാവ് ഒരു അധികാരിയെപ്പോലെ നമ്മിൽ ഒന്ന് പ്രവർത്തിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ഒരു നടത്തിപ്പിനുള്ള അധികാരം നമ്മൾ വിട്ടുകൊടുക്കണം. അപ്പോഴാണ് പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ
കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമുക്ക് ലഭിക്കുന്നത്. ഈ അനുഭവത്തിലൂടെ ജീവനുള്ള ബലിയായി വിശുദ്ധ കുർബാന നമുക്ക് സമീപിക്കാനും സാധിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ രഹസ്യങ്ങൾ ആഘോഷിക്കുന്നതോടുകൂടി അത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെയാണ് സൂചിപ്പിക്കുക. നമുക്കറിയാം, ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ പുരോഹിതൻ കർത്താവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നീ കാര്യങ്ങളെയാണ് അനുസ്മരിച്ചതെങ്കിൽ വിശുദ്ധ രഹസ്യങ്ങളെ ഉയർത്തി ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെയാണ് സൂചിപ്പിക്കുക. അങ്ങനെ ആ സ്വർഗാരോഹണത്തെ സൂചിപ്പിക്കുന്ന വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷം കഴിയുന്നതോടുകൂടി പുരോഹിതൻ ദർഗായിലും താഴെ ഇറങ്ങി കുക്രിയലുകൾ ചെല്ലാനായിട്ട് ആരംഭിക്കുന്നു. ഈ ദർഗായിൽ താഴേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു സൂചനയുണ്ട്. അത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശിഷ്യസമൂഹം വചനം പ്രഘോഷിക്കാനും വിശുദ്ധ കുർബാന എന്ന ബലി അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് അവർ ജനമധ്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ അതുകൊണ്ടാണ് പുരോഹിതൻ ദർഗായിലും താഴേക്ക് ഇറങ്ങുന്നതിൻ്റെ സൂചന അതാണ്. അപ്പോൾ ഓരോ വിശ്വാസിക്കും നിർവഹിക്കാനായിട്ടുള്ള കാര്യം ഇതാണ്. വിശുദ്ധ കുർബാന ബലിയർപ്പിക്കാനുള്ള യോഗ്യതയിലേക്ക് നമ്മളെ ദൈവം പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ആ ബലിയർപ്പിക്കാനും വചനത്തിൻ്റെ കവാടം നമുക്ക് സ്വീകരിക്കുവാനും അതുപോലെ ദീർഘനേരം പ്രാർത്ഥിക്കുവാനുള്ള കൃപാവരങ്ങൾ നമ്മൾ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും വിശുദ്ധ കുർബാനയുള്ള ബന്ധത്തിൽ നമുക്ക് ആവശ്യമുള്ള കൃപാവരങ്ങളാണ്. ഈ കൃപാവരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവനുള്ള ബലിയായി വിശുദ്ധ കുർബാനയെ സമീപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുക്ലിയോനുകളെ സംബന്ധിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. അതുവരേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.